ന്യൂസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നൊരു ക്യാരറ്റ് ബോള ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ വന്നത്. നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതുപോലെയുള്ള ഒരു 5 ക്യാരറ്റ് നമ്മൾ തൊലി കളഞ്ഞ് കുക്കറിലിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുക്കറിലിട്ട് ഒരു 3-4 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കുക. ആ വേവിച്ചെടുത്ത് പിന്നെ പീസുകളെല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, ജാറിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു 7 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ കൂടെ ഒരു 2 മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതിന് ടോട്ടൽ 6 മുട്ട വേണം. അതിൽ 2 മുട്ട ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കട്ടെ. ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ഏലക്കയുടെ തൊലി ഒന്ന് കളഞ്ഞിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പം ഏലക്ക ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണാണ്, 3-4 അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. പാൽപ്പൊടി എത്ര പേർക്ക് ഇഷ്ടമുണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. ആ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ബാക്കി വരുന്ന ആദ്യം 2 മുട്ട ഇതിൻ്റെ അകത്ത് അടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന ഒരു 4 മുട്ടയും കൂടെ ഉണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ മധുരവും കണക്കാണോ എന്ന് നോക്കണേ. ഞാനിവിടെ 7 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ അളവിന് മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവേ. അപ്പോൾ ഈ മുട്ടയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ചൊഴിക്കട്ടെ. അങ്ങനെ ക്യാരറ്റ് നമ്മൾ എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് അടിച്ചിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. കടായി ചൂടായിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. നെയ്യ് ഒഴിച്ചിട്ട് അതെല്ലാം അടുത്തോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കറക്കി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യാവും. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാവേ ഇതിൻ്റെ അകത്തേക്ക്. നല്ല ജ്യൂസിയായ ക്യാരറ്റാട്ടോ അടിച്ചെടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ഒരേ ലെവലാക്കി കൊടുക്കാം. അതെ, ഇതിപ്പം ഞാൻ വേവിച്ചിട്ട് അടിച്ചത് കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ജ്യൂസി ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പോള ഉണ്ടാക്കുമ്പോഴേ ചിരണ്ടിയിട്ട് വേണേലും ഉണ്ടാക്കാം. ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് അത് പശു നെയ്ക്കകത്തൊക്കെ വാട്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ നമുക്കിഷ്ടം ഇങ്ങനെ ആക്കുന്ന കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ട് കുറച്ച് നട്ട്സും പിന്നെ ഗ്രേപ്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ അതും ആർക്കും ഇഷ്ടമില്ല. അപ്പം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഇഷ്ടം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിവിടെ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് വെക്കാം കേട്ടോ. ഒരു 25 മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോഴത്തേനും സംഭവം സെറ്റായിട്ട് വരുവേ. ഇനി സെറ്റായിട്ട് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് പോള ആയിട്ടുണ്ടോ എന്ന് നോക്കിയാലോ. സൈഡെല്ലാം ഇതായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് നടുക്കൊക്കെ ഒന്ന് കുത്തി നോക്കാം. റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിങ്ങനെ കുത്തുമ്പോൾ വേറൊരു ഗുണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി കഴിയുമ്പം ഇങ്ങനെ ആവി കയറിയിട്ട് ഉള്ളതും കൂടി വെന്തോളും. വേകാത്ത സ്ഥലവും കൂടി വെന്ത് വരും. അപ്പം റെഡി ആയിട്ടുണ്ട് പോള. നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാവേ. ഇതിപ്പം നോക്കിയാൽ ഇതിൻ്റെ ചുറ്റിലും നല്ല പശു നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ കേട്ടോ. പക്ഷെ ഇവിടെ ഞാനത് വെച്ചിട്ടില്ല. കാരണം ഒന്നാമത്തേന്ന് വെച്ചാൽ മുറിക്കുമ്പോൾ അത് ശരിക്കും കിട്ടൂല, അതാണ് കുഴപ്പം. പിന്നെ ഇവിടെ ചിലർക്ക് അത് ഇഷ്ടവുമല്ല. അപ്പം നിങ്ങളതൊക്കെ ചെയ്തിട്ട് ആക്കിക്കോ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാൻ. അത് മാത്രമല്ല നല്ലൊരു ഭംഗിയും ഉണ്ടാവുമേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ക്യാരറ്റ് പോള ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.
എന്തായാലും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിൽ കൂട്ടും നമ്മുടെ ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഈ ക്യാരറ്റ് പോള നമ്മളെക്കാളും കൂടുതൽ ഇഷ്ടമുള്ള വേറൊരാളും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഒന്ന് കാണിച്ചു തരാലോ. ഈ ഇരിക്കുന്ന ആളിനാ കേട്ടോ അത് കൂടുതൽ ഇഷ്ടമേ. അപ്പൊ എന്തായാലും നമ്മുടെ ക്യാരറ്റ് പോള നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി അത് ഞെക്കി അങ്ങ് പൊട്ടിച്ചങ്ങ് വിടണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ.